നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ റൈനോപ്ലാസ്റ്റിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് കോസ്മെറ്റിക് കറക്ഷൻ ഓഫ് ദി നോസ്, മൂക്കിൻ്റേതായിട്ടുള്ള ഡീഫോമിറ്റീസ്, അത് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം, അഥവാ നമ്മൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഡീഫോമിറ്റീസ് ആകാം. ചിലരുടെ മൂക്ക് തടിച്ചിരിക്കാം, ചിലരുടെ മൂക്ക് വളരെ ബ്രോഡായിട്ടിരിക്കാം, കർവ്ഡ് ആയിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ പല ഡീഫോമിറ്റീസ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് റൈനോപ്ലാസ്റ്റി. നമ്മൾ ഈ റൈനോപ്ലാസ്റ്റിയെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ സംസാരിക്കാം. റൈനോപ്ലാസ്റ്റി രണ്ട് തരമാണ് റൈനോപ്ലാസ്റ്റി സർജറീസ്. അതായത് ഒന്ന് ഓപ്പൺ റൈനോപ്ലാസ്റ്റി, മറ്റേത് ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി. അപ്പോൾ എന്താണ് ഓപ്പൺ റൈനോപ്ലാസ്റ്റി? ഓപ്പൺ റൈനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ മൂക്കിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ഇൻസിഷൻ ഇട്ട് മൂക്കിന് പുറമേ ഉള്ള ഈ കംപ്ലീറ്റ് സ്കിൻ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് മൂക്കിനെ സപ്പോർട്ട് കൊടുക്കുന്ന ബോൺസ് അല്ലെങ്കിൽ കാർട്ട്ലേജ്, ആ എല്ലുകൾ കാർട്ട്ലേജുകൾ എക്സ്പോസ് ചെയ്തിട്ട് അവിടെ ഉള്ള ഡീഫോമിറ്റീസ് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. അത് വളഞ്ഞിരിക്കുന്നത് നേരെയാക്കുക, ഒത്തിരി ബ്രോഡായിട്ടിരിക്കുന്നത് നാരോ ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി ബൾക്കി ആയിട്ടുള്ള ടിഷ്യൂ ട്രിം ചെയ്യുക. അപ്പം ഈ രീതിയിൽ പല മോഡിഫിക്കേഷൻസ് നമുക്ക് ഇതിൽ വരുത്താൻ പറ്റും. ഇപ്പോൾ ചിലരുടെ ടിപ്പ്, മൂക്കിൻ്റെ തുമ്പ് വളരെ ഡിഫൈൻഡ് അല്ലായിരിക്കും, അതായത് പോയിൻറ്റഡ് അല്ലായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് പോയിൻറ്റഡ് ആക്കി വേണമെന്നൊരു ആഗ്രഹം കാണും. അപ്പോൾ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കറക്ഷൻസ് ആണ് നമ്മൾ ഈ പ്രൊസീജിയർ വഴി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫോമിറ്റീസ് ഉള്ള പേഷ്യൻസാണ് ജനറലി ഈ ഒരു പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യുന്നത്. ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ പുറമേ, അതായത് ഈ പറഞ്ഞ ഇൻസിഷൻ പോലും ഇല്ലാതെ മൂക്കിനകത്തൂടെ ഇൻസിഷൻസ് ഇട്ടാണ് ഈ ഒരു കറക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഗ്രോസ് ഡിഫോമിറ്റീസ് അഥവാ ഇപ്പോൾ നമ്മൾ റിവിഷൻ റൈനോപ്ലാസ്റ്റീസ്, അതായത് നേരത്തെ ചെയ്ത് പക്ഷേ വേണ്ടത്തക്ക ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടാത്ത കേസുകൾ, അതൊക്കെ യൂഷ്വലി നമ്മൾ ഓപ്പൺ പ്രൊസീജിയേഴ്സ് വഴി ആണ് ചെയ്യുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മൈനർ ഡിഫോമിറ്റീസ് ആണ് യൂഷ്വലി നമ്മൾ ക്ലോസ് റൈനോപ്ലാസ്റ്റി വഴി ചെയ്യുന്നത്. ഇവൻച്വലി ഇതിനകത്ത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളത് അല്ല നമ്മുടെ മെയിൻ ഇഷ്യൂ. പക്ഷേ നമ്മൾ എന്ത് റിസൾട്ടാണ് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. താങ്ക് യു.